അസ്സലാമലൈക്കും. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളിയായിട്ടൊരു ഫിഷ് ഫ്രൈ ആണ്. റവ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിന് മുന്നായി എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നതാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന ഓരോരോ വീഡിയോസും നിങ്ങൾക്ക് റീച്ച് ആവും. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു വേണ്ടിയുള്ള മസാല റെഡിയാക്കാം. ഞാൻ അതിനു വേണ്ടി 2 ടീസ്പൂൺ കോൺഫ്ലവർ, 2 ടീസ്പൂൺ മൈദയും 1/4 ടീസ്പൂൺ മഞ്ഞൾ പൗഡറും 1 ടീസ്പൂൺ മല്ലി പൗഡറും 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ ജീരക പൗഡറും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ലെമണിൻ്റെ ജ്യൂസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനു വേണ്ടി എടുത്തത് ഞാനൊരു നല്ല ആഗോലി മീനാണ്. ഇതുപോലെ കട്ട് ചെയ്ത് അതിലേക്ക് മസാല നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഉള്ളിലേക്കൊക്കെ പോകുന്ന മാതിരി നന്നായി ഇതുപോലെ പിടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലയിലേക്ക് ഇതുപോലെ റവ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതും ഇതുപോലെ നന്നായി പിടിപ്പിച്ചു കൊടുത്തേക്കാം. റവയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അത് അപ്പുറവും ഇപ്പുറവും തിരിച്ചിട്ട് കൊടുത്ത് ഇതുപോലെ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് പിടിപ്പിക്കാം. ഇനി ചൂടായ എണ്ണയിലേക്ക് നമുക്കത് ലോ ഫ്ലെയിം വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഞാനിവിടെ കറി ലീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഇതേപോലത്തെ നല്ല റെസിപ്പിയുമായി വരുന്നവരെ താങ്ക് യു.